ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. റാഗി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. അടിപൊളി റെസിപ്പിയാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാൻ റെസിപ്പി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് റാഗിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഈ റാഗിപ്പൊടിയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം, കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കത് റാഗിപ്പൊടി കുറച്ചുകൂടെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെതാ നെയ്യ് കുറച്ച് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുപ്പിയിലുള്ളതങ്ങ് തട്ടി കൊടുക്കുകയാണ്. അപ്പം എന്നാൽ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അതങ്ങ് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വച്ചതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കാമേ. ഇപ്പോൾ റാഗിപ്പൊടി കൊണ്ടുള്ള റെസിപ്പീസ് എല്ലാം വളരെ ഈസിയാണെന്നും അതുകൂടാതെ തന്നെ നല്ല ടേസ്റ്റും ആണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ റാഗിപ്പൊടി കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് ആ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതങ്ങ് കുറുക്കിയെടുക്കാം കേട്ടോ. കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാമേ. അപ്പോൾ ഇതാ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് നമുക്കിതൊന്ന് കുറുകി കിട്ടണേ. ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ വെച്ച് ഒന്നും കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ അതിനു വേണ്ടി ഒന്നുകിൽ നമ്മൾ ഇത് തയ്യാറാക്കുന്ന ആ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ അളവിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെത് അത് അളവ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത് വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് ഫുള്ളായിട്ട് അതിലോട്ടങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതിന് സൈഡായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചമ്മന്തിയുടെ റെസിപ്പി മുൻപ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടുകടല വെച്ച് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അതിന് ഈ റെസിപ്പിയുടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ആ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോണേ. ഈ ഒരു റെസിപ്പിക്ക് ആ ഒരു സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനത് തയ്യാറാക്കിയത് വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടോണേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റാഗി അതിലോട്ടങ്ങ് വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാമേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുക്കർ വച്ചതിന് ശേഷം അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അത് പാത്രം വയ്ക്കാൻ കണക്കിനാക്കി എന്തെങ്കിലും ഒന്ന് വച്ച് കൊടുക്കാം കേട്ടോ. ഒരു ബേസോ എന്തെങ്കിലും ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള റാഗി നമുക്ക് അതിലോട്ടങ്ങ് വച്ച് കൊടുക്കാമേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അങ്ങ് അടച്ചെടുക്കാമേ. കുക്കറും കൂടെ ഒന്ന് അടച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 3 വിസില്, ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴത്തേക്കും റാഗി നല്ലോണം വെന്ത് ആ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി റെഡിയായി കിട്ടുമേ. അത് കുറച്ചുകൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരികയും ചെയ്യുവേ. അപ്പം നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു. കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷമാണ് കേട്ടോ ഓൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റി നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് തുറന്നെടുക്കണേ. അപ്പോൾ കണ്ടല്ലോ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇത് പുറത്തെടുക്കാമേ. അപ്പോൾ ഒന്ന് പുറത്തെടുത്ത്
വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു തവി നമ്മുടെ ഒരു തവി എന്തെങ്കിലും കൊണ്ട് നമുക്കൊരു പാത്രം, ഒരു റൗണ്ട് ഉള്ള ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടകി എടുക്കണം കേട്ടോ. എണ്ണ ഒന്ന് തടകിയതിന് ശേഷം നമുക്കിത് ഒരു തവി എടുത്ത് അതിലോട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. ചുറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കിട്ടുവേ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ തടവി എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തടകിയെടുക്കാമേ. ചുറ്റും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തവി റാഗി എടുത്തതിന് ശേഷം അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ആ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടുകയെ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഒരു ചെറിയൊരു വട്ടപാത്രം എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും അങ്ങ് ചെയ്തെടുക്കാമേ. ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിലേക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചമ്മന്തിയാണ് കേട്ടോ. പൊട്ടുകടല കൊണ്ടുള്ള ചമ്മന്തിയാണ്. അത് ഞാൻ റെസിപ്പി വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് കാണാത്തവരൊന്ന് കണ്ടോണം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കും. മറ്റൊരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് കാണാം കേട്ടോ. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്